നരേന്ദ്രമോദിക്ക് സ്വീഡന്റെ പരമോന്നത ബഹുമതി. സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സമ്മാനിച്ചു. സ്വീഡനുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ പ്രമുഖർക്കായി 1748 മുതൽ നൽകി വരുന്ന ബഹുമതിയാണിത്. ഇതോടെ മോദിക്ക് ലഭിച്ച രാജ്യാന്തര അംഗീകാരങ്ങളുടെ എണ്ണം 31ആയി. 1921 സ്റ്റോക്ക്ഹോം സന്ദർശിച്ചപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ കവിത കുറിച്ച 2 കാർഡുകളുടെ പകർപ്പും മോദിക്ക് സമ്മാനിച്ചു. ദ്വിദിന സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് മോദി സ്വീഡനിലെത്തിയത്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റൻസൺ മോദിയെ ഗോതൻബർഗ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങളിൽ തുടർന്ന് ഇരു നേതാക്കളും ചർച്ച നടത്തി. സ്വീഡനിലെ ഇന്ത്യൻ സമൂഹത്തെ മോദി കണ്ടു. സ്വീഡിഷ് ഒപ്പാറ ഗായിക ഷാർലറ്റ് ഹൾഡറ്റ് വൈഷ്ണവ ജനതോ ഭജൻ പാടിയാണ് മോദിയെ വരവേറ്റത്. 2018 ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്കായി മോദി സ്വീഡൻ സന്ദർശിച്ചിരുന്നു. ഇന്ത്യ യൂറോപ്പ് വ്യാപാര ബന്ധവും നിക്ഷേപ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഉദ്യോഗസ്ഥതല ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യവും ഉഭയകക്ഷി ബന്ധവും മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ ചർച്ചയായി. നെതർലാൻഡുമായി 17 കരാറുകൾ ഒപ്പിട്ട ശേഷമാണ് മോദി സ്വീഡനിലെത്തിയത്. നെതർലാൻഡ്സ് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സഹകരണ മാർഗരേഖയും പുറത്തിറക്കി. മാത്രമല്ല, സന്ദർശന വേളയിൽ തനിക്ക് നൽകിയ സ്വീകരണത്തിന് അദ്ദേഹം സ്വീഡിഷ് നേതൃത്വത്തിനും ജനങ്ങൾക്കും നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയും സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റൻസണും തമ്മിലുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും സ്വീഡനും തങ്ങളുടെ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ഞായറാഴ്ച സമ്മതിച്ചു. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രതിരോധം, ഹരിത പരിവർത്തനം, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചായിരുന്നു ചർച്ചകൾ. എല്ലാ മേഖലകളിലുമുള്ള ഞങ്ങളുടെ വളർന്നുവരുന്ന സഹകരണത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ബന്ധത്തെ ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്താൻ ഞങ്ങൾ തീരുമാനിച്ചുവെന്നും ക്രിസ്റ്റൻസണും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനും ചേർന്ന് നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഈ പങ്കാളിത്തത്തിൽ ഞങ്ങൾ ഹരിത പരിവർത്തനം, സുരക്ഷ, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. ഭാവി മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതയും പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. AI, ഹെൽത്ത് ടെക്, ഗ്രീൻ മൊബിലിറ്റി തുടങ്ങിയ മേഖലകൾ ഞങ്ങൾക്ക് നല്ല സാധ്യതകളുണ്ട്. സ്വീഡൻ, ഇന്ത്യ സാങ്കേതിക വിദ്യയിലും AI ഇടനാഴിയിലും ഞങ്ങൾ പ്രവർത്തിക്കും. ഗോതൻബർഗിൽ നടന്ന യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രി യോഗത്തിനിടെ CEO റൗണ്ട് ടേബിളിനെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യ സ്വീഡൻ ബന്ധം ജനാധിപത്യ മൂല്യങ്ങളിലും നവീകരണത്തിലും സുസ്ഥിരതയിലും വേരൂന്നിയതാണെന്ന് പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചു. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ബന്ധം ജനാധിപത്യ മൂല്യങ്ങൾ, നിയമവാഴ്ച, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയുടെ ശക്തമായ അടിത്തറയിലാണ് നിലകൊള്ളുന്നത്. നമ്മുടെ ഇരു രാജ്യങ്ങളും നവീകരണത്തെ വികസനത്തിനുള്ള ഒരു മാർഗമായി കാണുന്നു. സുസ്ഥിരതയെ ഒരു പങ്കിട്ട ഉത്തരവാദിത്തമായി കാണുന്നു. ജനാധിപത്യത്തെ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കുന്നു. യൂറോപ്യൻ വ്യവസായ പ്രമുഖരുമായുള്ള ആശയവിനിമയത്തിനിടെ ഇന്ത്യയിൽ നിക്ഷേപങ്ങളും പങ്കാളിത്തങ്ങളും വികസിപ്പിക്കാൻ പ്രധാനമന്ത്രി മോദി കമ്പനികളെ ക്ഷണിച്ചു. സാങ്കേതിക വിദ്യ, ടെലികോം, നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യ മേഖലകളിലെ നിരവധി പ്രമുഖ ആഗോള സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ യോഗം ഒരുമിച്ച് കൊണ്ടുവന്നു. മുൻഗണനാ മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വാർഷിക ഇന്ത്യ യൂറോപ്പ് CEO വട്ടമേശ സമ്മേളനം, മേഖലാധിഷ്ഠിത വർക്കിംഗ് ഗ്രൂപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള സ്ഥാപനപരമായ സംവിധാനങ്ങളും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ സ്വീഡൻ ബന്ധങ്ങൾക്കും നേതൃത്വത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് പ്രധാനമന്ത്രി മോദിക്ക് സ്വീഡന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി. ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി ആദരിച്ചു. ഈ ബഹുമതിയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഈ അംഗീകാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും പ്രധാനമന്ത്രി മോദി ERT യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.